പ്രിയമുള്ളവരെ, ഞാൻ അഡ്വക്കേറ്റ് ആർ പി ശ്രീനിവാസൻ, സിറ്റിസൺ ഫോറത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇത് ശ്രീ വി പി രാധാകൃഷ്ണൻ, സിറ്റിസൺ ഫോറം ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റാണ്. ഞങ്ങൾ ഈ ഒറ്റപ്പാലത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം ബഹുജന ശ്രദ്ധയിലേക്കും അതുപോലെ തന്നെ അധികാരികളുടെ ശ്രദ്ധയിലേക്കും ഭരണാധികാര കേന്ദ്രങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിൻ്റെ ദുരിതയാത്ര ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ 10 വർഷം നീണ്ടുനിന്ന ഇടതുമുന്നണി ഭരണം അവസാനിച്ചിട്ടും ആ റോഡിൻ്റെ ദുരിതയാത്രയ്ക്ക് ഒരു അവസാനം കിട്ടിയിട്ടില്ല. എന്നാൽ വളരെ ബൃഹത്തായ ഒരു പ്രോജക്റ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ തർക്കമില്ല. ഒറ്റപ്പാലം മുതൽ ചെറുപ്പുളശ്ശേരി വരെ റോഡുകളെല്ലാം വീതി കൂട്ടി, വഴിയോരങ്ങളിലെ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി, ഡ്രെയിനേജ് എല്ലാം കൺസ്ട്രക്ട് ചെയ്ത് വളരെ വിശദമായി തന്നെയാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. സംസ്ഥാന ഖജനാവിലെ ഫണ്ടിൻ്റെ ഷോർട്ടേജോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കുറവ് കൊണ്ടോ ഞങ്ങൾ ഒരു പാർട്ടിയെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇനി നാളെ സമരം നടത്താൻ പോകുന്ന BJP ആയാലും ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സിറ്റിസൺ ഫോറം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ പല കാര്യങ്ങളിലും സജീവമായി ഇടപെടുകയും ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ ആശങ്കകൾ അധികാരികൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇതും പറയുന്നത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൻ്റെ ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിൽ ഇത്തരത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റി വളരെ കോടികൾ ചെലവിട്ട ഫണ്ടുമായി മുന്നോട്ട് പോകുമ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് തോട്ടക്കര കഴിഞ്ഞ് വീട്ടാമ്പാറ എത്തുന്നതിന് മുമ്പ് മുല്ലശ്ശേരി വളവ് എന്ന് പറയുന്ന ഒരു വളവുണ്ട്. ഈ റോഡിലൂടെ സഞ്ചരിച്ച എല്ലാവർക്കും അറിയാം. നമ്മുടെ മങ്കര വളവിൽ വളരെ അപകടം നിറഞ്ഞ മങ്കര വളവ് റോഡ് നിർമ്മാണ സമയത്ത് വളവ് നിർത്തി നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ അവിടെ അപകടങ്ങളില്ല. നമ്മുടെ ഈ മുല്ലശ്ശേരി വളവ്, ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിലെ ഞാൻ നേരത്തെ പറഞ്ഞ തോട്ടക്കര കഴിഞ്ഞ് വീട്ടാമ്പാറ എത്തുന്നതിന് മുമ്പുള്ള മുല്ലശ്ശേരി വളവ്, ആ മുല്ലശ്ശേരി വളവിൽ നിരന്തരം അപകട മേഖലയാണ്. റോഡ് നല്ല സമയത്താകുമ്പോൾ പോലും അവിടെ പലപ്പോഴും അപകടങ്ങൾ പറ്റി നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഹൈവേ സ്റ്റാൻഡേർഡിലാവും റോഡ്, വാഹനങ്ങളുടെ വേഗത കൂടും. വാഹനങ്ങളുടെ വേഗത കൂടിക്കഴിഞ്ഞാൽ ഈ മുല്ലശ്ശേരി വളവിലൂടെ, അത് യൂട്ടേണെന്നും പറഞ്ഞാൽ പോരാ, മറുഭാഗത്ത് കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളവാണ്. അപ്പോൾ ഇത്രയും കോടികൾ ചെലവാക്കി ഒരു പണി നടക്കുന്ന സമയത്ത് ഒരു കൃത്യമായ പ്രോജക്റ്റോട് കൂടി പഠനത്തോടു കൂടി നടപ്പാക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുല്ലശ്ശേരി വളവ് നൂർത്തിക്കൊണ്ട് ഈ പണി നടത്തിക്കൂടാ? അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് ഈ മുല്ലശ്ശേരി വളവിലെ അപകട സാധ്യത ഒഴിവാക്കാനായി ഈ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ മുല്ലശ്ശേരി വളവ് നൂർത്തിക്കൊണ്ട് അവിടെ അപകട സാധ്യത ഇല്ലാത്ത രീതിയിൽ സംസ്ഥാന പാതാ നിർമ്മാണ വേളയിൽ ഹൈവേ സ്റ്റാൻഡേർഡിലേക്ക് ഇത് ഉയരുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുല്ലശ്ശേരി വളവ് നൂർത്തണം എന്നുള്ളൊരു ആവശ്യമാണ് സിറ്റിസൺ ഫോറം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ, ഇടത് വലത് മുന്നണികൾ, ഇനി നാളെ സമരം നടത്താൻ പോകുന്ന BJP തുടങ്ങിയിട്ടുള്ള സംഘടനകൾ, ഇവിടുത്തെ മറ്റ് സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, NGOകൾ, പൊതുപ്രവർത്തകർ തുടങ്ങി ഭരണാധികാരികൾ, കലക്ടർ, ജില്ലാ കലക്ടർ, സബ് കലക്ടർ, MLA, നഗരസഭ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ മുല്ലശ്ശേരി വളവ് നൂർത്തിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു റോഡ് നമുക്ക് സംജാതമാകും. എത്രയും പെട്ടെന്ന് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ, ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിലെ ദുരിതയാത്ര എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനും ജനങ്ങൾക്ക് സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാനും ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് സിറ്റിസൺ ഫോറം.